ഗുഡ് മോർണിംഗ് അതുല്യ. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി ഇവരെല്ലാവരും കൂടെ ആംസ്റ്റർഡാമിന്റെ നൈറ്റ് ലൈഫ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് 4 മണിക്കാണ് 4 ഭക്ഷണന്മാരും ഞാനൊരു പാവവും പിന്നെ തിരിച്ചെത്തിയത്. ഞാനും അൻഷിഫിയും റൂഹിയും യുവിയും വീട്ടിലിരുന്ന് ചില്ലിങ് ആയിരുന്നു. യുവാൻഷ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് യുവാൻഷ്. ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മണിക്കൂറുകളായിരിക്കുമല്ലോ ആദ്യം. ആ സമയം ബെഡിൽ അന്തം വിട്ടിരിക്കുക, മൊബൈൽ നോക്കുക എന്നുള്ള നല്ല നല്ല ആക്ടിവിറ്റീസൊക്കെ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ എല്ലാവരും ഉള്ളത് കാരണം എല്ലാവരെയും വിളിച്ചിട്ട് ഞാൻ ബെഡിൽ ഒരു സമ്മേളനം കൂടിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് മാറ്റിയെടുത്തൊരു സ്വഭാവമായിരുന്നു ഈ രാവിലെ എണീറ്റിട്ടുള്ള മൊബൈൽ നോക്കുക എന്നുള്ളത്. ഇപ്പോൾ എവിടുന്നാന്ന് അറിയില്ല, അത് വീണ്ടും സ്വഭാവമായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓരോ അടുത്ത ദിവസം ഞാൻ വിചാരിക്കും ഇനി നാളെ ഞാൻ മൊബൈൽ നോക്കില്ല രാവിലെ എണീറ്റ് ഉടനെ എന്നുള്ളത്. പക്ഷേ അടുത്ത ദിവസം പിന്നെയും ഞാൻ മൊബൈൽ നോക്കും. ഇപ്പം അങ്ങനെ ഏകദേശം ഒരു 1-1.5 ആഴ്ചയായി ഓടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇതെങ്ങനെയെങ്കിലും ഒന്ന് എനിക്ക് മാറ്റിയെടുക്കണം. കാരണം നമ്മുടെ ഒരു ദിവസം ഇത്രത്തോളം നമുക്ക് നശിപ്പിക്കാൻ പറ്റുന്ന വേറൊരു സ്വഭാവമില്ല. ഒരു 1-1.5 ആഴ്ചയായിട്ട് മനസ്സിലടക്കി വെച്ചിരുന്ന ഒരു ഗദ്ഗതം സാഹചര്യം കിട്ടിയപ്പോൾ പ്രകടിപ്പിച്ചതേ ഉള്ളൂ കേട്ടോ. സാഹചര്യത്തിനായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പിന്നെ നമ്മൾ രാവിലെ എണീറ്റ് ഉടനെ എന്തൊക്കെയോ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 3 ആൾക്കാർ കൂടിയ ടോപ്പിക്സിനാണോ പഞ്ഞം. ഇന്നലെ അതുല്യയും ദീപക്കും ഇവിടെ ക്യുക്കൻ ഓഫ് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ട്യൂലിപ്സിന്റെ സീസൺ സ്റ്റാർട്ട് ചെയ്തല്ലോ. ട്യൂലിപ്സിന്റെ സീസൺ സ്റ്റാർട്ട് ചെയ്യുക ഒരു ഏപ്രിൽ ഫസ്റ്റ് വീക്കൊക്കെ ആയപ്പോഴും അത്യാവശ്യം നന്നായിട്ട് മറ്റേ വിടർന്നു തുടങ്ങിയിട്ടുണ്ടല്ലേ പൂക്കള്. മാർച്ചിൽ തുടങ്ങി. പക്ഷെ ഏപ്രിലാണ് അതിന്റെ നല്ല കാണാൻ ഭംഗി വരുന്ന സമയമാവുക. മെയ് ഒരു സെക്കൻഡ് വീക്കോട് കൂടെ തീരും. എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ക്യുക്കൻ ഓഫ്? ഒരു 10-15 മിനിറ്റ് ഒക്കെയാണ്. പിന്നെ എനിക്ക് ഇന്നലെ ഒരു ഡ്രോപ്പ് ചെയ്തപ്പോൾ അങ്ങോട്ട് പോകാനൊരു ആഗ്രഹം തന്നെ മതി. എന്തായാലും പോണ്ട. ആദ്യം പോയപ്പോ തീരുമാനിച്ച ഇനി ഒരു മടക്കം ഇങ്ങോട്ടില്ല. 1/2 മണിക്കൂറും ഒക്കെ 1 മണിക്കൂറും ഒക്കെ അത് കഴിഞ്ഞാൽ ബോറടിയാ. കുറെ കഫേ ഒക്കെ ഉണ്ട്, നല്ല രസമുണ്ടാവും. കഫേ നല്ലതാ, പക്ഷെ പൂക്കള കാര്യമായോ ഇത് കണ്ടതന്നെ കാണണ്ടേ. പിന്നെ 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 ഓർക്കിഡിന്റെ ഒരു ഇതില്ലേ, കൊറേ ട്യൂലിപ്സ് കണ്ട് 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 മടുത്തപ്പം ഇന്നലെ അൻഷിഫി ഷെറീറും ഇവിടെ ആയിരുന്നു കേട്ടോ സ്റ്റേ. ദീപക്കും അതുല്യം വന്നിട്ട് ഇന്നലെ അവര് ആംസ്റ്റർഡാം നൈറ്റ് ലൈഫ് കാണാൻ പോവാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒപ്പം കമ്പനിക്ക് വേണ്ടിയിട്ട് വിഷ്ണുവും ഷെറീറും പ്രതുവും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും കൂടെ ഇന്നലെ രാത്രി ഇവിടെ ആയിരുന്നു. അവരെത്താൻ വേണ്ടി രാവിലെ ഒരു 3 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആംസ്റ്റർഡാമിൽ വന്നു കഴിഞ്ഞ് ഇവിടുത്തെ നൈറ്റ് ലൈഫ് ഒന്ന് കാണാൻ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് ആ ചടങ്ങുകളിലുള്ളൊരു കാര്യമാണല്ലോ. അപ്പൊ അതിനുവേണ്ടി ഇന്നലെ പോയി അടിച്ചു പൊളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അവർ ഹെയ്ത്തോറൻ പോവാണ്. നമ്മുടെ മറ്റേ ഒരു വില്ലേജ് ഇല്ലേ, റോഡില്ലാത്ത കനാൽസ് മാത്രമുള്ള ഒരു വില്ലേജ്. നമ്മളോട് ഒരുപാട് തവണ പോയിട്ടുണ്ട്. എനിക്കിവിടെ എൻ്റെ ചാനലിൽ ഞാൻ 2-3 തവണ അവിടെ പോകുന്ന വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വില്ലേജാണ്, നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞ് വില്ലേജാണ്. കുറേ കനാൽസ് ഒക്കെ ആയിട്ട് നമുക്ക് അവിടെ ചെന്ന് ബോട്ട് റെന്റിന് എടുത്തിട്ട് നമുക്ക് തന്നെ കനാലിൽ കൂടെ ബോട്ടായിട്ട് പോവാം. വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ കേട്ടോ, 1/2 വരെ വെള്ളമേ ഉള്ളൂ. അപ്പോൾ ഈവൻ ഇൻ കേസ് നമ്മൾ വെള്ളത്തിലോട്ട് ചാടിയാലും അത്ര വെള്ളമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് അവരുടെ പരിപാടി എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു എല്ലാവരും കൂടെ ഉള്ള നല്ലൊരു ദിവസമാണ്, ഒന്ന് ചുമ്മാ ഡോക്യുമെന്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ചായ മറുപടി പറയാൻ ഈ മധുരം നോക്കുന്ന അങ്ങോട്ട് വീഡിയോ എടുത്ത് കാണാൻ നമ്മൾ നേരിട്ട് പോലെ ഒരേപോലെ. അല്ലെങ്കിൽ പിന്നെ വേറെ യുവിക്കുന്ന രാവിലെ ആപ്പിളാണ് സ്റ്റീം ചെയ്തിട്ടുണ്ട്. നമ്മൾ അടിച്ചെടുക്കാം. വിഷ്ണു ഇത് എടുത്തിട്ട് നേരെ ഫ്രിഡ്ജിൽ വെച്ചു കുളിപ്പിക്കാതെ. ദോശ കൊളായാല് കുളിപ്പിക്കാണ്ട് പൊളിച്ചിക്കണം നോക്ക് ഇല്ലേ. ഭയങ്കര മാവ് പൊങ്ങിയിട്ടൊന്നുമില്ല, പക്ഷെ
ഞാൻ ഈ ചായ അതിലെ ഒഴിക്കാൻ പോണേ. ഇല്ലെങ്കിൽ എല്ലാവരും ഇവിടെ നിന്ന് തിരിഞ്ഞു കളിക്കുമ്പോ നമുക്ക് തട്ടിപ്പോയാലെന്ന് വെച്ചിട്ടാ. നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നാട്ടിൽ പോയപ്പോ വാങ്ങിയ മണ്ണിന്റെ ഗ്ലാസ്സാ. ഷെറിന്റെ ചായ നല്ല ചായ. അതാ അവന്റെ ചായ. എന്ത് രസാലേ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ദിവസം രാവിലെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെല്ലാവരുടെയും ഒപ്പം കുറേ വർത്താനൊക്കെ പറഞ്ഞ് ഒരുമിച്ച് ചായയൊക്കെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഒരുമിച്ച് എണീറ്റുടനെ ആ ഒരു മോർണിംഗ് ഫീൽ എല്ലാവരുടെ ഒപ്പം നല്ല രസമല്ലേ. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ വട്ടംകുളത്ത് അച്ഛൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും കൂടെ, അതായത് ഒരു 10-12 പേര് ഒരുമിച്ചൊരു വീട്ടിലായിരിക്കുമല്ലോ വെക്കേഷൻസിലൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ അതൊരു പ്രത്യേക രസം തന്നെയായിരുന്നു. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷമാണ് എല്ലാവരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് ഒരു വീട്ടിൽ നിന്നിട്ട് ഇന്ന പണി ഒരാൾ ചെയ്യുള്ളൂ എന്നൊന്നുമില്ല, എല്ലാ പണിയും എല്ലാവരും ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞു ഫുഡൊക്കെ ഉണ്ടാക്കി രസമാണ് സത്യം പറഞ്ഞത്. ഇഡ്ഡലി വെച്ചിട്ട് പോലില്ല പ്രഭു. നീ വേണം ഇഡ്ഡലി ഉണ്ടാക്കാൻ. മീ വാങ്ങിട്ട് വന്നാ മതി. ചായയാണോ? നല്ല ദോശമാവ് അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ പുതിയ പാത്രമാണ് കേട്ടോ. ഇങ്ങനത്തെ 3 സൈസിലുള്ളതുണ്ട്. ഇത് TK Maxx കിട്ടിയതാണ്. നല്ല അടിപൊളി പാത്രമാണ്. ഇതാണ് നമ്മൾ അന്ന് പറഞ്ഞ ഇഡ്ലി തട്ട്. ഇതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും കുഴപ്പമില്ല, ഇതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് 3 ഭക്ഷണം ഇഷ്ടപ്പെട്ട് തുടങ്ങിയാലേ നമ്മൾ മെച്ചുവേർഡായി എന്നുള്ളത് ഇങ്ങനെ ആരോ തമാശയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. 1 ഇഡ്ഡലി, പിന്നെ 1 ഉപ്മാവ്, പിന്നെ അതേപോലെ ചോറ്. സത്യം പറഞ്ഞാൽ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് എന്തൊരു ഇഷ്ടമല്ലാത്ത ഭക്ഷണമായിരുന്നു എനിക്ക് ഇഡ്ഡലി എന്നൊക്കെ അറിയോ. പക്ഷെ ഇവിടെ വന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഇഡ്ഡലി കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ലക്ഷറി ഫീലാണ്. ഇങ്ങനെ എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് വന്നിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഭക്ഷണമാണല്ലോ ഒന്നെങ്കിൽ ഇഡ്ഡലി അല്ലെങ്കിൽ ഉപ്മാവ്, അതേപോലെ ദോശയൊക്കെ. ഞാൻ ദോശമാവ് ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് അത്യാവശ്യം പുളിച്ച് വന്നിട്ടുണ്ട്. ഞാൻ അവനിൽ വെച്ചിട്ട് 40 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ട് വയ്ക്കും കേട്ടോ. അപ്പോൾ 35-40 ഡിഗ്രി അതിലൊക്കെ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഫുള്ള് പുളിച്ച് പൊങ്ങി വരാറുണ്ട്. അപ്പോൾ ദോശമാവൊക്കെ വലിയ തിരക്കില്ലാതെ പുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഒരു രഹസ്യം കൂടെ ഉണ്ട്, പുറത്താരോടും പറയണ്ട. നമ്മൾ ദോശമാവിനോട് ചെയ്യുന്ന ചെറിയൊരു നീതികേടാണ്. ആരും അറിയാതെ വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റൊക്കെ ഇടാം. ആരും അറിയൊന്നുമില്ല. എന്റെ ഗീതു വരാന് വീഡിയോ കോൾ അവിടുന്ന് ജോയിൻ ചെയ്യുന്ന ഗീതു എൻ്റെ ഒരു എവർഗ്രീൻ ഹിറ്റ് ഐറ്റമാണ് ഉള്ളിച്ചമ്മന്തി. കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ സംഭവമൊന്നുമല്ല, വളരെ എളുപ്പമാണ്. ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഉള്ളി ചെറുതായി അരിഞ്ഞതിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലോണം അങ്ങനെ മൊരിഞ്ഞ് അങ്ങനെ വഴറ്റിയെടുക്കരുത്, ജസ്റ്റ് ഒന്ന് കളർ മാറുന്ന വരെ. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ആവശ്യമുള്ളത്ര മുളക് പൊടിയും കൂടെ ഇട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് അത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റുക. അതിനുശേഷം അതേ എണ്ണയിലോട്ട് തന്നെ വറ്റൽമുളക് ഇട്ടിട്ട് അത് നല്ലോണം ഒന്ന് വറുത്ത് മാറ്റി വെക്കുക. ഇനി രണ്ടും കൂടെ നല്ലോണം മിക്സിയിൽ അടിച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണം കുറച്ച് മാത്രം കേട്ടോ പുളിയും കൂടെ ഇടാം. ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ചമ്മന്തി ചട്ടിയിലോട്ടിട്ട് ഇനി നമ്മൾ കുറച്ച് നേരം ഇവിടെ കടന്നിങ്ങനെ മൂപ്പിച്ച് കൊണ്ടുവരണം. അപ്പോൾ ഇതിൻ്റെ കളറ് മാറിയിട്ട് നല്ല റെഡ് കളറാവും കേട്ടോ. ആ സമയമാകുമ്പോഴേക്ക് ഈ ഒരു അരച്ച ഉള്ളിയൊക്കെ ഒന്നും കൂടെ കാരമലൈസ്ഡ് ആയിട്ട് ചെറിയൊരു മധുരം കൂടെ വരും, എന്നാൽ നല്ല എരിവുണ്ടാവും. അങ്ങനെ ഒരു ഉള്ളിച്ചമ്മന്തിയാണ് ഈ ഒരു ഉള്ളിച്ചമ്മന്തി. ഇഡ്ലിയുടെ കൂടെയൊക്കെ പ്രത്യേകിച്ച് അടിപൊളി ടേസ്റ്റാണ് ഈ ചമ്മന്തി. കാരണം നല്ല എരിവും പുളിയും ചൊടിയൊക്കെ ഉണ്ടായിട്ട് നല്ല രസമാണ് ഇഡ്ലിയുടെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്കിത് പറയുമ്പോൾ എപ്പോഴും വായിൽ വെള്ളം വരുന്നു. അങ്ങനെ നല്ലോണം ഈ ഒരു കളറായതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെക്കണം. പക്ഷെ എന്തൊക്കെയാണ് പറയണം, മാറ്റി വെക്കണ്ട, എന്നിട്ട് നമ്മൾ കഴിക്കണം. നല്ല അടിപൊളി വെതറാട്ടോ പുറത്ത്, ഒട്ടും തണുപ്പില്ല അല്ലേ? നിങ്ങൾ പോകണില്ലേ ഹെയ്ത്തോറൻ? ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ വീക്ക്? നമ്മള് 3 പേരും മാച്ചാണോ? ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വെതർ മൊത്തമായിട്ട് മാറി കേട്ടോ. ഇനി അടുത്ത ആഴ്ചകളിലൊക്കെ 19 ഡിഗ്രി 20 ഡിഗ്രി ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ചൂടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു സുഖവും സമാധാനവും അല്ലേ രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മൾ ഈ സൺലൈറ്റ് കാണുമ്പോൾ. ബ്രഞ്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ചുവന്ന ഇഡ്ഡലി, ചുവന്ന ചട്നി, പിന്നെ ഇഡ്ഡലി, പിന്നെ ഉള്ളിച്ചമ്മന്തി, മുട്ട. എല്ലാരും കണ്ടോ വെയിറ്റിംഗ് ആണ് ചുറ്റും. കട്ടൻ കാപ്പി.
ഉള്ളി ചമ്മന്തിനെ പോലെ തന്നെ ഈ തേങ്ങാ ചട്നിക്ക് ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ട് കേട്ടോ. അത് ഞാൻ എപ്പോഴെങ്കിലും ഇനി മുന്നൊരു വീഡിയോയിൽ പറയാം. ഇഡലി വേണോ സമാധാനം വേണോ എന്ന് വെച്ചാൽ പ്രതു ഇഡലി ചൂസ് ചെയ്യും. ഇഡലി കിട്ടിയ സമാധാനം കിട്ടും അല്ലേ പ്രതു? അച്ചാറോ? അച്ചാർ വീട്ടിലില്ല. അച്ചാറില്ല. അച്ചാറില്ല. ഒരാളെന്ത് നിക്കണത് ഇഡ്ലി സോഫ്റ്റ് ആണോ? മുട്ട എടുത്തോ? വാങ്ങിക്കാൻ പറഞ്ഞെങ്കിലും വീട്ടിന്ന് മീൻ വാങ്ങി ഇറങ്ങി വരാം. ഇതെല്ലാ ശനിയാഴ്ച മീൻ വാങ്ങണ്ടോ പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു കൊടുത്തരാം. ഇപ്പൊ വരാന്ന് പറഞ്ഞ ഗീതനോട് എടുത്തി വന്ന. ഇത് ഭയങ്കര സ്പൈസി ഒന്നുമല്ല. പക്ഷെ അതാണ് അതിന്റെ ടേസ്റ്റ്. ഈ ഇങ്ങോട്ട് ഇരിക്കാൻ പറ്റില്ല. എവിടെയാ ഇരിക്കേണ്ടത്? നിങ്ങൾ ഇരിക്കുന്നൊക്കെ ഇതത്ര വലിയ കുക്കിംഗ് ഒന്നും ആയിരുന്നില്ല. ഇഡ്ഡലിയും ഒരു ചുവന്ന ചട്നിയും പിന്നെ ഒരു ഉള്ളിച്ചമ്മന്തിയും. പക്ഷെ എന്നാലും നമ്മൾ ഉണ്ടാക്കിയ കാര്യം ആൾക്കാർ ഇങ്ങനെ ഇഷ്ടത്തോടുകൂടെ കഴിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസമല്ലേ. പിന്നെ അതേപോലെ ഭക്ഷണം നന്നായി ആസ്വദിച്ച് കഴിക്കുന്നവർക്ക് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പ്രത്യേക രസം തോന്നുന്നൊക്കെ പറയില്ലേ. അപ്പോൾ എനിക്കിവിടെ നിന്നിട്ട് ഇങ്ങനെ സെർവ് ചെയ്യുമ്പോൾ എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ നല്ലൊരു രസം ഉണ്ടായിരുന്നു. പിന്നെ മാവ് കറക്റ്റായിരുന്നു കേട്ടോ. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് കറക്റ്റ് 1.5 ഇഡ്ഡലി ആയിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. ആരാണ് അര ഇഡ്ഡലി കഴിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ അവസാനം കാസറോൾ തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ 1.5 ഇഡ്ഡലിയെ ബാക്കി ഉണ്ടായിരുന്നത്. ഞാനൊരു 4 ഇഡ്ഡലി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയിരുന്നു. നാളെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇന്ന് ലൈവ് ആക്കേണ്ട വീഡിയോ എനിക്ക് കുറച്ച് വോയിസ് ഓവർ ബാക്കിയുണ്ട്. അപ്പം ഞാനൊരു അരമണിക്കൂർ ബ്രേക്ക് എടുത്ത് മുകളിലോട്ട് വന്നിരിക്കുകയാണ്. അത് വോയിസ് ഓവർ ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാനിട്ട് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് താഴെ പോവാം. തൽക്കാലം എൻ്റെ വോയിസ് ഓവർ പരിപാടിയൊക്കെ കഴിഞ്ഞു. യുവി അപ്പുറത്തെ റൂമിൽ നല്ല ഉറക്കമാണ് കേട്ടോ. അവൻ്റെ റുട്ടീൻ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചത് കാരണം ആ സമയം പോയി ഉറങ്ങുകയൊക്കെ ചെയ്യാറുണ്ട്. അതെ, പാവം സുഖമായി കിടന്നുറങ്ങുന്നു. അതെൻ്റെ ഡ്രസ്സാട്ടോ, അത് മൈൻഡ് ചെയ്യണ്ട. താഴെ എല്ലാവരും കൂടെ ചിരിയും അട്ടഹാസമൊക്കെ ഉണ്ട്. ഒന്ന് പോയി ജോയിൻ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എനിക്ക് ഇങ്ങനത്തെ സമയങ്ങളിലേ ഭയങ്കര എന്താ അവിടെ പറയണേ എന്ന് പറയാൻ ഭയങ്കര ആകാംക്ഷയാണ്. ദുരന്തര കാണാൻ പോവാണ് പ്രതു. അപ്പൊ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ്. വൈകുന്നേരം കാണാം. ഇന്ന് വൈകുന്നേരം ഷെറീറിന്റെ അൻഷിഫിന്റെ ബിരിയാണിയാണ്. ഓളിനോട് പറഞ്ഞ ബിരിയാണിയാന്ന്. മൈൻഡ് പറയാ തേങ്ങാപ്പാലില്ല. അപ്പൊ ഗൈസ് ടാറ്റ, വൈകുന്നേരം കാണാം. എന്ത് എങ്ങനെ അപ്പോ അവര് പോയി. ആ കറി കട്ട്. അൻഷിഫയുടെ വീടിന്റെ അടുത്തേ ഒരു ഇന്ത്യൻ ഗ്രോസറി ഷോപ്പ് ഉണ്ട്. അവിടെ ആക്ച്വലി നല്ല ചിക്കൻ കിട്ടും കട്ട് ചെയ്തിട്ട് നമുക്ക് കറി വയ്ക്കാൻ പറ്റുന്ന പോലത്തെ വലുപ്പത്തിൽ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും അവരുടെ അടുത്ത് പറയുക ചെയ്യാറ് ചിക്കൻ വാങ്ങിച്ചു വയ്ക്കാൻ. അപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ അവിടെ നമ്മൾ എടുത്തിട്ട് വരും. അപ്പോൾ നമുക്ക് കറിക്ക് പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് വരും. ഞാൻ കുറച്ച് മെലിഞ്ഞില്ലേ, ഒരു ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നില്ല? എനിക്ക് മെലിഞ്ഞു എന്നുള്ളതിനേക്കാളും കൂടുതൽ കുറച്ചും കൂടെ ഒന്ന് ഫിറ്റ് ആയതുപോലെ തോന്നുന്നുണ്ട് എനിക്ക്. ദിവ്യ ആക്ച്വലി നല്ല ഉറക്കമാണ്. എല്ലാവരും ഉറങ്ങാൻ വേണ്ടി പോയിട്ടോ. ഇന്നലെ രാത്രി ഇവരെല്ലാവരും കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നല്ല ലേറ്റായി എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വയറ് നിറയെ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ എല്ലാവർക്കും നല്ല ഉറക്കം. ഞാനിവിടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ എന്തായാലും സമയമുണ്ട് വോയിസ് ഓവർ ചെയ്യുക, അങ്ങനത്തെ 1-2 കാര്യങ്ങൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. എന്താ അപ്പം അത്? ഞാൻ എൻ്റെ ഇന്നത്തെയും നാളത്തെയും മറ്റന്നാളത്തെയും പണി വരെ ചെയ്ത് തീർത്തു. സമയം 3 മണിയായി. യുവി എണീറ്റിട്ടില്ല, വിഷ്ണു എണീറ്റിട്ടില്ല, ദീപക് എണീറ്റിട്ടില്ല, അതുല്യ എണീറ്റിട്ടില്ല. എല്ലാവരും ഭയങ്കര ഉറക്കത്തിലാണ്. ഞാൻ എല്ലാവരെയും പോയി കുത്തി പോക്കാൻ നോക്കട്ടെ. സ്കാൻസ് പോകണം അവർക്ക് എന്നൊക്കെ പറയുന്നുണ്ടായി. ഹെയ്ത്തോറൻ പോകാനായിരുന്നു പ്ലാൻ. പക്ഷെ ഇന്നലെ രാത്രിത്തെ കുറച്ച് ക്ഷീണം അവർക്കുള്ളത് കാരണം ഹെയ്ത്തോറിന് അവർ ക്യാൻസൽ ചെയ്തു. ഇനി സ്കാൻസ് പോകണമെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അവർ എണീക്കണം. നമുക്ക് പൊക്കാൻ പറ്റുമോ നോക്കാം. യുവി ലഞ്ച് പോലും കഴിച്ചിട്ടില്ല. ഞാൻ ഉറക്കത്തുനിന്ന് വിളിക്കേണ്ടതെന്ന് വിചാരിച്ചു. പക്ഷെ ഇനി വിളിച്ചില്ലെങ്കിൽ ശരിയാവില്ല.
വിഷ്ണു നല്ല ഉറക്കാണ്. യുവി അതിലും നല്ല ഉറക്കാണ്. അയ്യോ നീ ഉറങ്ങണിട്ട് വിളിക്കാനും തോന്നണില്ല. ചെറിയൊരു പനി ഉണ്ടായിരുന്നു, അപ്പം അതില്ല തോന്നണം. അവനൊരു പ്രശ്നമില്ല, നല്ല കൂർക്കം വെച്ചിട്ടുള്ള ഉറക്കാണ്. എണീറ്റോളൂ. 2-2.5 മണിക്കൂറായി കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയിട്ട്. നല്ലൊരു ആംസ്റ്റർഡാം പോക്ക്. എടോ ഞാൻ ഒരു കാര്യം പറയട്ടെ, വാഴ 2 വരൂ. ഞാൻ വാഴ 2 ഇന്നാണ് കാര്യമായിട്ട് അറിഞ്ഞത് കേട്ടോ. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു, വിഷ്ണു വരണില്ല എന്നാണ് പറയണത്. പക്ഷെ അത് മിസ്സായിരിക്കുന്നതാണ് പറയണത് കേട്ടോ. കിഡിലെ റിവ്യൂ ആണ് എല്ലാവരും, ഒരു രക്ഷയില്ല. അതേപോലെ അവരധികം പ്രൊമോഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. ഭയങ്കര റിവ്യൂ എല്ലാവരും, അതായത് ഇങ്ങനെ സാധാ എല്ലാവരും വന്ന് ഭയങ്കര റിവ്യൂ പറയാം. വരും നമുക്ക് പോവാം. മിസ്സായിരിക്കുന്ന ഇഷ്ടമുള്ള ഇപ്പോൾ സിനിമ നഷ്ടമല്ല. സ്വഭാവമാണ് ഇങ്ങനത്തെ ഓരോ സ്വഭാവം കാണുമ്പോൾ എടുത്ത് കാറ്റിൽ വലിച്ചറിയാം. തിയേറ്ററിൽ പോയി സിനിമ കാണാൻ തോന്നുന്നില്ല. എന്ത് സ്വഭാവമാണ് അതൊക്കെ. ഇത്രയും നല്ല പടമായിട്ട്. ഇന്ന് ദുരന്തർ ഉണ്ട് ഇവിടെ. പ്രഭു അതിന് പോയിട്ടുണ്ട്. വിഷ്ണു ദുരന്തർ കാണാൻ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രിത്തെ അവരുടെ നൈറ്റ് ഔട്ട് എല്ലാം കഴിഞ്ഞിട്ട് വിഷ്ണു ടയർഡായത് കാരണം പോയിട്ടില്ല. വാഴ 2 ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇത് യുവിയുടെ സ്റ്റെറിലൈസ് ചെയ്യാനുള്ള സാധനങ്ങൾ ഞാൻ മാറ്റി വെച്ചാണ്. ഇത് ദീപക്കും അതുല്യം നോർവേയിൽ നിന്ന് കൊടുന്ന സ്വീറ്റ്സ് ആണ്, ചോക്ലേറ്റ്സ്. പിന്നെ എന്തൊക്കെയുണ്ട് ഇതിൽ. ഇതൊക്കെ അവിടുത്തെ ഒരു കാര്യമായ ചോക്ലേറ്റാണ് തോന്നണം. എനിക്ക് വലിയ ഗന്ധമില്ല ഇതിനെ പറ്റിയിട്ട്. ഇതിനൊക്കെ ഞാൻ പറഞ്ഞു അവർ ഭയങ്കര അവിടുത്തെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ചോക്ലേറ്റ് ആണെന്നൊക്കെ. ഇതൊക്കെയാണ് അവർ കൊടുന്ന ചോക്ലേറ്റ്. പിന്നെ ഒരു ചീസും കൊടുത്തിട്ടുണ്ട്. ചീസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ല ബ്രെഡിൽ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു പാൽപ്പേടയൊക്കെ, മിൽമയുടെ പാൽപ്പേട ബ്രെഡിൻ്റെ അകത്ത് വെച്ച് കഴിച്ചാൽ അങ്ങനെ ഉണ്ടാവും. മധുരമില്ലാത്ത മിൽമയുടെ പാൽപ്പേട, അങ്ങനത്തെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇതൊക്കെ ഇനി ഞാനിപ്പോൾ തൽക്കാലം ചോക്ലേറ്റ് കഴിക്കില്ലല്ലോ, എനിക്കറിയാൻ പാടില്ല. വിഷ്ണു കഴിച്ച് തീർക്കുന്നുണ്ട്. 21 4-7-28 വലിയ സിവിൽ എഞ്ചിനീയറാ, സിറ്റി പ്ലാനറാ. നമുക്ക് വിശന്നോണ്ടേ കുറച്ച് ബ്രെഡും ന്യൂട്ടല്ലിയും ചീസും. വിശന്നോണ്ടാണ് കണക്കൊക്കെ തെറ്റിയത്. അല്ലെങ്കിൽ ഞാൻ കണക്കിൽ പിടിക്കുക. വിശന്നാൽ ഞാനല്ലാതെ ആയി പോകും. യുവി നല്ലൊരു ഉറക്കൊക്കെ കഴിഞ്ഞ് നല്ല ഫുഡൊക്കെ കഴിച്ച് റെഡി ആയില്ലേ. ഇവിടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ തട്ട് പോവാണ്. റെഡി ആയിട്ടോ. രാവിലെ തൊട്ട് ഒരുമാതിരി കൂറ കോലത്തിലായിരുന്നു നടക്കുന്നുണ്ടായിരുന്നു. പുറത്ത് ഞാൻ അങ്ങനെ പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു എല്ലാവരും റെഡി ആയതല്ലോ, ഒന്ന് റെഡി ആവാമെന്ന്. അപ്പോൾ നമ്മളിനി സാൻസസ് കാൻസ്ക്കാണ് പോണേ. ഇന്ന് ഞാൻ എന്തിനാണ് ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ വിചാരിച്ചു രസം കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തോളൂ. ഇവര് ഇന്ന് ഇവിടുന്ന് യാത്ര വേണം. ഇനി ഷെറീറിന്റെ അവിടെ ഉണ്ട് 2 ദിവസം അല്ലേ. നമ്മളിവിടെ പോണേ. എനിക്കറിയാൻ പാടില്ല. നമ്മളിവിടെ പോണേ. ഇവിടെ മറ്റേ ഒരു ബിൽഡിംഗ് ഒക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ കൊറേ കളർഫുൾ ആയിട്ടുള്ളത്. അതിന് തൊട്ടടുത്തുണ്ട്. അതല്ല സാൻസസ് കാൻസ്, അതല്ല. ഇത് വിൻമില്ലും ഒക്കെ ആയിട്ട് പ്രകൃതി ഭരണീയമായ ഒരു സ്ഥലം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഗൈഡഡ് ടൂർ ആണ്. ഈ മറ്റേ ഇപ്പൊ നമുക്കറിയുന്ന ആരെങ്കിലൊക്കെ നെതർലാൻഡ്സിൽ വരികയാണെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന ഒരു മറ്റേ ആംസ്റ്റർഡാം നൈറ്റ് ഔട്ട്, അത് കഴിഞ്ഞിട്ട് സാൻസസ് കാൻസ്. അങ്ങനെ അതുകൊണ്ട് ഞാൻ അവിടെ വന്ന് എനിക്ക് ബൈഹാർട്ട് അയക്കുന്നു. ഓരോ കോർണർ എത്തുമ്പോ ഞാൻ പറയും ഉള്ളത് തന്നെയാണോ നിങ്ങൾ മറ്റേ ചെക്ക് ചെയ്തില്ലാന്നൊക്കെ വിശ്വസിക്കാം. ഞാൻ ഓസ്ലോയിൽ വരുന്നവർക്കൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. ഇത് അതാണ് മറ്റേതാണ്. ഏകദേശം ശരിയെന്ന് തോന്നുന്നു പറയും. അത് വിഷ്ണു എനിക്ക് ഉണ്ടാക്കി തന്ന ഇമേജ് ആണ്. പല കഥയിലും എത്ര തള്ളി കയറ്റാറ്. ഈ കേക്കിടെ ആൾക്കാർക്ക് ഒരു ശ്രവണ സുഖം വേണ്ടേ, അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലല്ലോ. അപ്പൊ ശ്രവണ സുഖത്തിന് നമ്മൾ ചെറിയൊരു പുഷ് കൊടുക്കും. അതിനാണ് ഒരു തള്ളത് വിളിക്കുന്നത്. അത് ശരിയാണോ? അതെ. നല്ല റഷ് ഉണ്ട് കേട്ടോ. സാറ്റർഡേ അല്ലേ, പിന്നെ ഏപ്രിൽ ആയി കഴിഞ്ഞാൽ ഓൾറെഡി നെതർലാൻഡ്സ് ടൂറിസ്റ്റ് കൂടുന്ന സമയമാണ്. ഈ ഫാക്ടറി ഒക്കെ ഇവിടെ 5:30 വരെ ആട്ടോ ഉള്ളത്. പിന്നെ ഇവിടെ കണ്ടോ എല്ലാവരും ക്യൂ നിന്നിട്ട് ഇവിടുന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുക.
ഈ ഒരു സ്ഥലം നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ സാൻസസ് സ്കാൻസ് എന്ന് പറയുമ്പോൾ ഇതാണല്ലോ ആദ്യം വരാറ്. എന്താണ് ഭയങ്കര ഡിസ്കഷൻ? അറിവ് പകർന്നു തരാണ്. എന്തറിവ്? ഇവിടെ തണുപ്പ് ഭയങ്കര കൂടുതലായിരുന്നു മുന്നേ. അല്ല ഇപ്പോഴും ഇവിടുത്തെ ആൾക്കാർ മരത്തിന്റെ ഷൂ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ മരം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ, കാരണം കാടുള്ള സ്ഥലമായിരുന്നു. ഒരു വെട്ടി നിരത്തിയല്ലേ. ആടിന്റെ ഒക്കെ പോയിരുന്നൊരു ഫോട്ടോ എടുക്കാത്തില്ല. എന്തത് ഇങ്ങനെ ഇവളൊരു ഫോട്ടോ എടുക്കില്ല. ഒറ്റ ഫോട്ടോ ഞാൻ കണ്ടില്ല എവിടെ എടുക്കുന്നത്. റാൻഡംലി എന്തൊക്കെയോ എടുക്കണ്ട. അവസാനം ഇതൊരു കഥയാവുന്നാണ് അവളോട് പറയുന്നത്. അവിടെ കണ്ടോ കൊറേ ആട്, മുട്ടനാട്. എനിക്ക് എപ്പോഴും ഒരു ആടിന്റെ ചായ തോന്നുന്നു. എനിക്ക് നിങ്ങക്ക് തോന്നിയുണ്ടോ? ഇല്ലേ? ആ എനിക്കൊരു ആടിന്റെ ആ ചായ തോന്നും. ആ നിനക്ക് തോന്നിയുണ്ടത്? ആ സിംഹം എനിക്ക് ഇതുവരെ തോന്നി. പക്ഷെ എനിക്ക് ഭയങ്കര ആടിന്റെ ചായ എനിക്ക് തോന്നുന്നു. വിഷ്ണു പറഞ്ഞത് നടക്കൂട്ടോ. എങ്ങനെയുണ്ട് സ്ട്രൂപ്പ് വാഫിൾസ്? ഇത്രയും കഴിച്ചിട്ട് നിനക്ക് മനസ്സിലായില്ലേ എങ്ങനെയുണ്ടെന്ന്? എത്തണുള്ളൂ. ഇതാണ് ഡച്ചിന്റെ ഒരു മെയിൻ സംഗതി എന്ന് പറയാനുള്ളത്. യുവി ഇവിടെ ഫ്രൂട്ട് നിബ്ലറൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഫോട്ടോ എടുത്തോ? അവരവിടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ നല്ല വ്യൂ ആട്ടോ. മുന്നേ നമ്മുടെ വീട് ഇതിനടുത്തായിരുന്നു. ഇവിടെ ഒരു പുള്ളി പാട്ട് പാടുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിക്കും. അപ്പം മുന്നേ നമ്മുടെ വീട് ഇവിടെ അടുത്തായിരുന്നു. അപ്പം നമ്മൾ ഇടയ്ക്ക് ഇവിടെ നടക്കാൻ വേണ്ടി വരുമായിരുന്നു ഈവനിങ്. ദീപക് ഇപ്പൊ ഗിറ്റാർ പഠിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത വർഷം ഈ പുള്ളി അവിടെ നിന്ന് വായിക്കുന്ന പോലെ ദീപക് ഇവിടെ വന്നിട്ട് ഗിറ്റാർ വായിക്കുന്നതാണ് പറയുന്നത്. ഇവിടെ വന്നിട്ടില്ലെങ്കിൽ എവിടെന്നെങ്കിലും വായിക്കും. ഞാൻ പഠിച്ച് എവിടെന്നെങ്കിലും വായിക്കും. അത്ര അതാണ് നമ്മുടെ ഒരു ടാർഗറ്റ്. 3 ആഴ്ച ക്ലാസ്സിൽ പോയിട്ട് ദീപക്കിനോട് വന്നപ്പോ തൊട്ട് പ്രത്യേക സ്നേഹമാണ്. എന്താണാവോ? സാധാരണ അങ്ങനെ ആർക്കും ഇല്ലാത്തതാണ്. എന്നാലും കഷ്ടപ്പെട്ടൊന്ന് സോപ്പിട്ട് ശരിയാക്കാൻ നോക്കിയത് മൊത്തം ഞാൻ. വാ പൈങ്കിളി പോ പൈങ്കിളി. എന്താണത്? ഓക്കെ കാണിക്കുന്നത്. വാ പൈങ്കിളി പോ പൈങ്കിളി. നമ്മളൊരു ചെറിയ യാത്ര കഴിഞ്ഞ് ഷെറീറിന്റെയും അൻഷിക്കടിയും അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടോ. ഇന്ന് രാത്രി ഇവിടെ ഉണ്ടില്ല. നല്ല അടിപൊളി ബിരിയാണി ഉണ്ട്. ബിരിയാണി യുവാൻഷിക്ക് വന്ന ബിരിയാണിയാണല്ലോ. ഷൂ ഇടണമെന്നൊന്നുമില്ല. കാറിലൂരി വെച്ചോ അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടല്ലുണ്ടാവില്ല. പല വീടുകളിലും നമ്മൾ ഇതേപോലെ ഷൂ കൊടുത്തു വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ഉണ്ടോ? കേട്ടായിരുന്നു ആ അപകീർത്തി. കുറച്ചും കൂടി ഞാൻ പറയുന്നത് വെറുതെ അല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇവരുണ്ടാക്കിയ ചോറ് വരെ ഞാൻ ഇവിടുന്ന് മാത്രല്ല പല സ്ഥലത്തുനിന്ന് കേട്ടിട്ടുണ്ട്. ഇവരുടെ ബിരിയാണി ഇവരുടെ ബിരിയാണി അടിപൊളിയാണ്. അഖിലേന്ത്യല്ല അല്ലേ? വെറുതെ ഉള്ള ചോറാണ്. വെറും ചോറാണ്. അതാണ് അല്ല ഇവൾക്ക് ഭയങ്കര. ഇന്നലെ ഞാൻ അടിപൊളി കുക്കറിൽ ഇത് കഴിച്ച് ഞങ്ങള് മനസ്സിലാവും. ഒന്ന് ഇത് പറയാതെ ഒരു ദിവസം ബിരിയാണി ഇവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ. എനിക്കൊരു കാര്യം പറയണ്ട്. ബിരിയാണി വിളമ്പുമ്പോ ഷെറീർ പറയും ഇന്ന് ബിരിയാണി അത്ര ശരിയായിട്ടില്ല, വേവ് കുറച്ചുകൂടി, അല്ലെങ്കിൽ മറ്റേ ചിക്കൻ വറുത്തപ്പോ പൊട്ടിപ്പോയി. എന്നിട്ട് കഴിക്കുമ്പോ നമ്മള് പറയണം മതി മതി മതി. ഇത് കേൾക്കാതെ ഒരു തവണ ഞാൻ ഇവിടുന്ന് ബിരിയാണി വെച്ചിട്ടില്ല. നമുക്കിന്ന് ബിരിയാണിന്റെ ഒപ്പം ഷെറീറിന്റെ ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ട്. സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ.
ഓ ആ എളിമ അതിലാണ് കാര്യം. നല്ല എണ്ണ ഇങ്ങനെ വെട്ടിത്തിളച്ച് അതിക്ക് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇങ്ങനെ ഇടുന്നതില്ലേ, അതെനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഇതിൽ സവാള വറക്കുമ്പോഴും ആ ഇങ്ങനെ കിണിക്കിണി പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നത് കാണാൻ ഒരു പ്രത്യേക രസമല്ലേ. ഇപ്പൊ വന്ന് വലിയ ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ആംഗ്യ ഭാഷയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഞാൻ അന്ന് നമ്മൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പറഞ്ഞില്ലായിരുന്നോ, ഞാൻ ഷെറീറിനെ നോക്കിയിട്ടാണ് നമ്മൾ 2 സ്റ്റെപ്പിൽ മാത്രം ദമ്മിടുന്ന പരിപാടിക്ക് എത്തിയത്. ആദ്യം നമ്മൾ മസാല ഇടും, അതിനുശേഷം ചോറിടും, ബാക്കി പിന്നെ മല്ലിയില പുതിനയില അങ്ങനത്തെ നമ്മുടെ പൊടികളൊക്കെ ഇടും. അപ്പോൾ ആദ്യം എന്നിട്ട് മസാല മാറ്റി വെക്കണം, പിന്നെ ഇതിലുള്ള ഒരു ലെയർ ഓഫ് മസാല പിന്നെ മാറ്റി വെക്കും അല്ലേ, പിന്നെ ഈ റൈസ് ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം പ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ മസാലയും ഹാഫ് മസാലയും ഒന്നുമില്ലാത്ത ചോറും തമ്മിൽ മിക്സ് ചെയ്ത് വിളമ്പും. ആണോ? പുള്ളിയുടെ ഐഡിയ ആണത്. പക്ഷെ അത് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ ആ പാത്രത്തില് നമ്മൾ ഒന്നും കൂടെ റൈസ് ഇട്ട് ഇളക്കുമ്പോ ശരിക്കും യെല്ലോ കളർ റൈസിന് വരും. നമ്മളിനി ഇത് വിളമ്പുന്നത് ഒരു പ്രോസസ്സാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ റൈസ് വിളമ്പും, അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു മസാല കംപ്ലീറ്റ് ഉള്ളത് വിളമ്പും. അതിൽ ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിലുള്ള പീസൊക്കെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വിളമ്പുന്ന ആളുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ ബാക്കി മസാല മാത്രമുള്ളത് അങ്ങനെയാണ് നമ്മൾ വിളമ്പുന്നത്. അതുകൊണ്ട് അങ്ങനെ ഞാൻ പറയൂല, എനിക്ക് മണം കിട്ടിയപ്പോഴേ സൂപ്പറായിട്ട് തോന്നി. അപ്പുറത്തെ വീട്ടിലൊക്കെ ഉള്ള ആൾക്കാർ നമ്മളെ എന്തിനു വിളിക്കും, അങ്ങനെയുള്ളൊരു സ്റ്റൈൽ ബിരിയാണി. സൂപ്പറാണ്. എന്തൊരു സൈലൻസ് പെട്ടത്. ഞാൻ കഴിച്ചില്ല, അതുകൊണ്ട് ഞാൻ വിളമ്പെടുക്കുന്നത്. ആ അതെ, അതാണ് നമ്മളും പറയാറ്. അല്ല, യൂറോപ്പിൽ വന്നിട്ട് നമ്മൾ കഴിക്കുന്ന ഏറ്റവും നല്ല ബിരിയാണി ഇവരുടെ തന്നെ. ഷിഫ മറ്റേ പവിത്രം ബിരിയാണി പൊടിക്ക് ശേഷം അവതരിപ്പിക്കുന്നു ഫിറോസ് പിക്കിൾസ്. അല്ല, ഇത് ശരിക്കും അടിപൊളിയാണ്. ഇവർക്ക് ഡേറ്റ്സ്, കർമൂസ് ആണ്. ഇത് എവിടെ വാങ്ങിക്കാൻ കിട്ടുക? കുറ്റിച്ചറ. അപ്പൊ ഇത് ഞാൻ തമാശ പറയല്ല കേട്ടോ, കിടിലൻ അച്ചാറാണ്. ഇവർക്ക് ഡേറ്റ്സ് ഉണ്ട്, കല്ലുമ്മക്കായ, കറമൂസ, പപ്പായ. അല്ല, പ്രൊമോഷൻ അല്ല, നമ്മള് എല്ലാം ഉണ്ട്. ഇത് പ്രൊമോഷൻ ആയിട്ട് പറയല്ല കേട്ടോ. ഞാനിപ്പോ ഇവിടെ നമ്മളിപ്പോ എല്ലാരും ഇത് തന്നെയാണ് ഇവിടെ കഴിക്കുന്നത്. ഇത് അൻഷിഫ പ്രൊമോട്ട് ചെയ്തതിനു ശേഷം പവിത്രം ബിരിയാണി പൊടിക്ക് ശേഷം ഫിറോസ് പിക്കിൾസ്. ഈ ഒരു കട്ടൻ ചായയുടെ കൂടെ നമ്മൾ ബിരിയാണി കഴിപ്പ് തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഞാൻ നേരത്തോട്ട് പറയുന്നത് എല്ലാരും ബിരിയാണി അടിച്ച് മത്തായി ഓരോ സൈഡിലിരിക്കുന്നു. അതാണ് ഗീത് പറയുന്നത്, എല്ലാവരും ദൂരെ ദൂരെയാണെന്ന്. പോകുന്നതിന്റെ മുന്നേ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ഫോട്ടോയും കൂടെ എടുക്കാന്ന് വിചാരിച്ചു. റോസിനെ ശരിക്കും നമ്മൾ ഈ ഒരു ഫ്രെയിമിൽ മിസ് ചെയ്യുന്നുണ്ട്. റോസ് ഇത്തവണ ഫാമിലി ആയിട്ടൊന്ന് ചെറിയ ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം സ്റ്റേക്കേഷനൊക്കെ ആയിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. എല്ലാരും ഉറങ്ങി കിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്നേഹം തനി മലയാളി. എന്താ എന്ത് നല്ല ഷൂ അല്ലേ? മാരിയോ കാർഡിന്റെ ആമയുടെ തോട് പോലും
ടൂറിസ്റ്റ് ആണ്, എനിക്ക് ഇവിടുന്ന് വാങ്ങിച്ചോണ്ടാ വരുന്ന സാധനം എന്താന്ന് ചോദിച്ചിട്ട് അത് ചോദിച്ചോളൂ. അത് എന്തൊക്കെയാണ് നമുക്ക് മുഴുവൻ അറിയില്ലല്ലോ ഇപ്പോഴും ഇവിടെ. അല്ല അത് വാങ്ങി. അത് പിന്നെ ബ്രെഡിന്റെ മുകളിൽ ഇടുന്ന അവരുടെ ആ സാധനം ഉണ്ടല്ലോ, ചീസ് തേച്ചിട്ട് അതിന്റെ മുകളിൽ അവരൊരു ചോക്ലേറ്റ് സാധനം ഇട്ടിട്ടല്ലേ ഇവരുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് വാങ്ങി. അങ്ങനത്തെ 1-2 സാധനം ദീപക്കിന് കൊടുത്തയക്കാൻ വേണ്ടി വാങ്ങി. നമുക്കിന്ന് ഇവിടെയാണ് ഈസ്റ്റർ സെലിബ്രേഷൻ അല്ലേ? ഹാപ്പി ഈസ്റ്റർ. ഇന്ന് റോസില്ലാതെ നമ്മൾ ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. റോസ് ചെറിയ ട്രിപ്പ് പോയിക്കാണ്. ചെറിയ ട്രിപ്പ് പോയിക്കാണ്. ആ പോയി റോട്ടർഡാം. ഇവിടെ നിന്നൊക്കെ ഒരു അരമണിക്കൂറുള്ള റോട്ടർഡാം. എന്നെ കാണുമ്പോ ഇത്രയും സന്തോഷമുള്ള വേറെ ആരുമില്ല. നമ്മളൊരു ചെറിയ ഈസ്റ്റർ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രദൂൻ്റെയും ഗീതുവിൻ്റെയും വീട്ടിലെല്ലാവരും കൊണ്ടൊന്ന് കൂടിയിരിക്കുകയാണ്. പ്രദൂവും ഗീതും കുറച്ച് കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ദീപക്കിനെയും അതുല്യനെയും അവർ ഇൻവൈറ്റ് ചെയ്തതായിരുന്നു. പിന്നെ നമ്മളതൊരു ഈസ്റ്റർ ഡിന്നർ ആക്കി. അങ്ങനെ ഉണ്ടായത്. ഈസ്റ്റർ ഡിന്നറിന് കട്ട്ലറ്റ് ഒരു എണ്ണമല്ലേ, അപ്പോൾ അത് കാരണം നമ്മളൊരു ചെറിയ കട്ട്ലറ്റ് തട്ടി കൂട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ കുറേ കാലമായി കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ട്, എന്നാലും ഒരു ഓർമ്മയിൽ വെച്ച് ഉണ്ടാക്കിയെടുത്തായിരുന്നു. നല്ല കട്ട്ലറ്റ് ആയിരുന്നു കേട്ടോ. ശരിക്കും ആ ചിക്കൻ നല്ലോണം നരഞ്ഞു വന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഉള്ളിൽ അത്യാവശ്യം നല്ല ജ്യൂസി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഡിന്നറൊക്കെ കഴിച്ച് ഇന്നത്തെ ഒരു ദിവസം അവസാനിപ്പിച്ചു. നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.